24ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കനികുസൃതിയും സന്തോഷികളുമെല്ലാം നിറഞ്ഞു നിന്ന ക്യാൻ ചലച്ചിത്രമേളയുടെ റെഡ് കാർപ്പറ്റ് വിശേഷങ്ങളായിരുന്നല്ലോ വാർത്തകളിൽ. എന്താണ് ഈ ക്യാൻ ചലച്ചിത്രമേള, എവിടെയാണ് നടക്കുന്നത് എന്നെല്ലാം അറിയാമോ? ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്രമേളകളിൽ ഒന്നാണ് ക്യാൻ ചലച്ചിത്രമേള. വർഷത്തിലൊരിക്കൽ ഫ്രാൻസിലെ ക്യാൻ നഗരത്തിൽ നടക്കുന്ന ചലച്ചിത്രമേള സെലിബ്രിറ്റി ലോകത്തെ എല്ലാവരുടെയും ഒരു സ്വപ്നഭൂമിയാണ്. പ്രധാനമായും മെയ് മാസത്തിൽ നടക്കുന്ന മേളയിൽ ലോകമെമ്പാടുമുള്ള നിരൂപക പ്രശംസ നേടിയ നിരവധി സിനിമകൾ പ്രീമിയർ ചെയ്യുന്നു. ചിത്രങ്ങളുടെ പ്രിവ്യൂ എന്നതിനപ്പുറം ഫാഷനും സിനിമയും ഇടചേരുന്ന ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഉത്സവം തന്നെയാണിത്. ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് 77ാമത് ക്യാൻ ചലച്ചിത്രമേളയാണ്. ഇന്ത്യൻ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ലോകത്തെ ഒട്ടുമിക്ക പ്രധാന സിനിമാ പ്രവർത്തകരെല്ലാം റെഡ് കാർപ്പറ്റിൽ ഒത്തുകൂടുന്നു. 1946 മേളയുടെ തുടക്കം. 1951 FIAPF ഔപചാരികമായി ഈ ഉത്സവത്തിന് അംഗീകാരം നൽകി. ക്യാൻ നഗരത്തിലെ പാരി ഡിസ് ഫെസ്റ്റിവൽസ് എറ്റ് ഡിസ് കോൺഗ്രസ് ആണ് പ്രധാന വേദി. മികച്ച ചിത്രത്തിനുള്ള പാൻ ഡിയോർ ആണ് ക്യാനിൽ നൽകുന്ന ഏറ്റവും അഭിമാനകരമായ അവാർഡ്. നമ്മുടെ ബോളിവുഡ് ലോകം എല്ലാ കൊല്ലവും മേളയുടെ ഭാഗമാകാറുണ്ട്. ഇക്കൊല്ലമടക്കം റെഡ് കാർപ്പറ്റിന്റെ മനം കവർന്ന ഐശ്വര്യ റായിയാണ് അക്കൂട്ടത്തിൽ മുന്നിൽ. സെലിബ്രിറ്റികൾക്കൊപ്പം അവരുടെ ഔട്ട്ഫിറ്റുകളും ലോകം ഏറ്റെടുക്കും. പല ഫാഷൻ ട്രെൻഡുകളുടെയും ഷോക്കേസിനുള്ള ഇടം കൂടിയാണ് ക്യാൻ. ഇത്തവണ മലയാളത്തിലും അഭിമാനിക്കാൻ ഏറെ ഉണ്ടായിരുന്നു. ഛായാഗ്രഹണ മികവിനുള്ള പിയർ ആന്റണോ പുരസ്കാരം നൽകിയാണ് ക്യാൻ സന്തോഷ് ശിവനെ ആദരിച്ചത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. അതിനൊപ്പം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ ഭാഗമായി കനികുസൃതിയും റെഡ് കാർപ്പറ്റിൽ മലയാള പെരുമ വിളിച്ചു പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ കഥകൾ അറിയാൻ DMN24 സബ്സ്ക്രൈബ് ചെയ്യുക.